ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ആ വീഡിയോ ഇങ്ങനെ വൈകിപ്പോയി. മലയാളി മംഗ കോമ്പറ്റീഷനിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേക്കപ്പ് വീഡിയോ മാത്രം പെൻഡിങ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടികൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടൻ അവളെ കൊണ്ട് ഒരു റാമ്പ് വാക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വേഗം പോയി കുളിച്ചിട്ട് വന്നു. കണ്ണിൻ്റെ മേക്കപ്പ് മാത്രം ഇവിടെ നിന്ന് ഒന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവൾ പരത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോഴേക്കും കറണ്ട് പോയപ്പോൾ പിന്നെ ഏട്ടനാട്ടോ ഊതി കൊടുത്തൊക്കെ അത് റെഡിയാക്കിയത്, ഉണക്കിയത്. പിന്നെ ഞാൻ പൂക്കോട്ടയിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിച്ചതാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. പിന്നെ നമുക്കൊരു തുളസിയും വേണമായിരുന്നു. മലയാളി മങ്കയ്ക്ക് തുളസി മസ്റ്റാണ് മക്കളെ, മാർക്ക് വീഴുന്നത് അവിടെയാണ്. അങ്ങനെ അതും ഞാൻ ഒപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ പോന്നു. മലയാളി മങ്ക ആയതുകൊണ്ട് തന്നെ ഓലക്കൊടിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രം എന്തോ കാരണം കൊണ്ട് പെൻഡിങ് ആയി പോയതായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഞാൻ സ്കൂളിൽ വന്നിട്ടാണ് ബാക്കി കംപ്ലീറ്റ് ചെയ്തത്. കണ്ണെഴുതി പൊട്ടിട്ടു, കണ്ണ് വീട്ടിൽ നിന്ന് എഴുതി പൊട്ടിട്ടു. പിന്നെ അതാ മുടിയൊന്ന് കിട്ടുന്നതായിരുന്നു എനിക്ക് ടാസ്ക്, ഇവർക്ക് മുടിയില്ലാത്തത് കൊണ്ട്. പക്ഷെ വലിയ ബോറായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ എനിക്ക് ആ പ്ലാസ്റ്റിക് പൂ ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഏട്ടനോട് ഏട്ടാ എനിക്ക് പൂവും കൂടെ ഒന്ന് വാങ്ങിച്ചു തന്നിട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ എന്തോ ഒരു ഹാലിന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ ആ പൂവ് അങ്ങോട്ട് വെച്ചപ്പോഴാണ് എനിക്ക് ഒരു അടിപൊളി വൈബായിട്ട് ഫീലായത്. പിന്നെ നമ്മൾ ആ തുളസിയും കൂടെ വെച്ചു. ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ 5 പൈസയ്ക്ക് ഒരു സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാം നമ്മൾ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണേ.